നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനിടെയുണ്ടായ സംഭവങ്ങളെ തുടർന്ന് അർജന്റീനയ്ക്കെതിരെ ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ച കാര്യം ഇന്നലെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിരുന്നല്ലോ. 7 കേസുകളാണ് അർജന്റീനയ്ക്കെതിരെ ഫിഫ ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാണ് ലഭ്യമാവുന്ന വിവരം. 3 താരങ്ങൾക്ക് സസ്പെൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ലിയാൻഡ്രോ പെരേഡസ്, അതുപോലെ തന്നെ തിയാഗോ അൽമേഡ, നാഹുൽ മൊളീന തുടങ്ങിയവർക്ക് സസ്പെൻഷന് സാധ്യതയുണ്ട്. കൂടാതെ റോബർട്ടോ അയാളക്ക്, അദ്ദേഹം കോച്ചായിട്ടാണുള്ളത്, അസിസ്റ്റൻ്റ് കോച്ച്, അപ്പോൾ അദ്ദേഹത്തിനെതിരെയും വിലക്കുകൾ വന്നേക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഫിഫ ഹാസ് ഓപ്പൺഡ് 7 ഡിസിപ്ലിനറി കേസസ് അഗെയിൻസ്റ്റ് ദി AFA ആഫ്റ്റർ ദി വേൾഡ് കപ്പ് ഫൈനൽ. ഒന്ന്, എൻസോ ഫെർണാണ്ടസിൻ്റെ റെഡ് കാർഡ് ആൻഡ് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള സസ്പെൻഷൻ വരും. ദെൻ അർജന്റീന, അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് അർജന്റീന സ്വിറ്റ്സർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് സമയം വൈകിട്ടാണ്. അപ്പം അതിനെതിരെ നടപടി ഉണ്ടാകും. ഇന്നലെ തന്നെ ആ സൂചനകളുണ്ടായിരുന്നു. പിന്നെ തിയാഗോ അൽമേഡക്ക് ഒരു 1 മാച്ച് സസ്പെൻഷന് സാധ്യതയുണ്ട്. ടൂർണമെൻറ്റിനിടെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1 മാച്ച് സസ്പെൻഷനുള്ള സാധ്യതയുണ്ട്. റോബർട്ടോ അയാള തീർച്ചയായിട്ടും 3 മത്സരത്തിലെ സസ്പെൻഷൻ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട്. ഡാനി ഓൾമോയുടെ മുഖത്തടിച്ചതും മറ്റുമൊക്കെ വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം സംഭവിച്ചതാണ്. ലിയാൻഡ്രോ പെരേഡസിന് 3 മത്സരങ്ങളുടെ സസ്പെൻഷന് സാധ്യതയുണ്ട്. വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം അദ്ദേഹം വലിയ രൂപത്തിൽ അടിയുണ്ടാക്കി. എറിക് ഗാർഷ്യയുടെ കഴുത്തിന് പിടിച്ചു, അതുപോലെ തന്നെ ഗാവിയെ പിടിച്ച് നിലത്തടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ 3 മത്സരങ്ങളുടെ വിലക്ക് വരും എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. നാഹുൽ മൊളീനക്കും അതുപോലെ തന്നെ 3 മാച്ച് സസ്പെൻഷൻ വരും. ഫോർ ദി റീസൺ സെയിം റീസൺ ആസ് പെരേഡസിനെ പോലെ തന്നെ അന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളാണ് നാഹുൽ മൊളീന. അതോടൊപ്പം തന്നെ ഫാൻസിൻ്റെ കാര്യങ്ങൾ, അർജന്റീന ഫാൻസ് ഡിസ്ക്രിമിനേറ്ററി ചാൻറ്റുകൾ നടത്തി. വളരെ മോശമായിട്ടുള്ള കാര്യമാണത്. അർജന്റീൻ താരങ്ങൾ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേറ്ററി ചാൻറ്റുകൾ നടത്തി. അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഫോക്ലാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്ലാഗ് പൊക്കിയത്, അതിനെതിരെയും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. AFA ഇതിനോട് എന്ത് തരത്തിലുള്ള റെസ്പോൺസാണ് കൊടുക്കുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായിട്ടും AFA അതിനോട് റെസ്പോണ്ട് ചെയ്യും. AFAയുടെ ഡിഫൻസ് എന്താണെന്ന് വാദിക്കുകയും ചെയ്യും. അതിനൊക്കെ ശേഷമാണ് ഒരു ഫൈനൽ ശിക്ഷാ നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.